ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇന്നലത്തെ എൻ്റെ ബാക്കി അനന്യ മനുവിൻ്റെ ഹോസ്റ്റലിൽ വന്നേക്കുവാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മനു അനന്യയോട് ഇവിടെ ഇരുന്നാൽ മതി, റൂമൊക്കെ കണ്ടത് മതി എന്ന് പറഞ്ഞ് ഒരു ചെയറിൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തുവാണ്. അപ്പോൾ അനന്യ ചോദിക്കുവാണ്, എന്ത് വൃത്തികേടായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനന്യയ്ക്കൊരു ഫോൺ വരുന്നുണ്ട്, അനന്യ സംസാരിക്കുന്നുണ്ട്, അനന്യ ഓഫാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മനു അനന്യയ്ക്ക് വായിക്കാൻ വേണ്ടി ഒരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അനന്യ അത് തുറന്നൊക്കെ നോക്കുന്നുണ്ട്. മനു ആ സമയത്ത് റൂമിൽ റെഡിയാവുകയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി. മനുവിൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എടാ ഞാൻ പോവുകയാണെന്ന് പറയുവാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ മാറിത്തരണോ, നീ പുറത്ത് പോകണ്ടെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ മനു കൂട്ടുകാരനെ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാടാന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് മനു വാഷ് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുവാണ്. നേരെ ബക്കറ്റിൽ നിന്ന് അതൊക്കെ എടുത്തിടുവാണ്. എന്നിട്ട് കൂട്ടുകാരന് 2-3 വട്ടം ഉറക്കം തട്ടി വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അത് ആരാണ് ആ പെങ്കൊച്ചെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് കസിനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനുവും അനന്യയും കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ മനു പെട്ടെന്ന് റെഡിയായി വരുമ്പോഴേക്കും അനന്യ ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് റെഡിയായോ, നീ ഇപ്പം അകത്തേക്ക് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ മനു പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര സമയമൊക്കെ മതി, നിന്നെയൊക്കെ പോലെ പച്ചമുളക് വാങ്ങാൻ പച്ചക്കറി കടയിൽ പോകുമ്പോഴും അരമണിക്കൂർ നിന്ന് റെഡിയായിട്ട് പോകുന്നവരല്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അനന്യ ചോദിക്കുന്നുണ്ട്, നീ പല്ല് തേച്ചോ, നീ കുളിച്ചോ, നീ അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റിലെങ്കിലും പോയോ എന്ന് ചോദിച്ച് മനുവിനെ കളിയാക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഞാൻ രാവിലെ 5 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കുളിച്ച് കട്ടൻ കാപ്പിയും കുടിച്ച് കഴിഞ്ഞാണ് കിടന്നുറങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു അനന്യയോട് ചോദിക്കുന്നുണ്ട്, നീ തല ഷാമ്പു വാഷ് ചെയ്തിട്ട് എത്ര നാളെ, നിൻ്റെ തല പേനും താരനൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അനന്യ പറയുന്നുണ്ട്, എൻ്റെ തലയിൽ പേനില്ല, എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ തലയിൽ നിന്നൊരു പേനെടുത്ത് തലയിലിട്ട് വളർത്തുവാന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുമോ അതെന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും അനന്യ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തല ചൊറിയാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, വല്ലാത്തൊരു ജന്മം തന്നെയെന്ന് പറഞ്ഞ് പോവാണ് അവർ. പിന്നെ കാറിൽ പോകുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അനന്യ മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മനു എന്താണെന്ന് ചോദിക്കുമ്പോൾ അനന്യ പറയുന്നുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വന്നേ, അതുകൊണ്ട് വിശക്കുന്നു എന്ന് പറയുമ്പോൾ മനുവും പറയുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി ഒരു ഹോട്ടൽ കാണുമ്പോൾ നമുക്ക് നിർത്തിപ്പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അനന്യ പറയുന്നുണ്ട്, വേണ്ട, വണ്ടിക്കകത്തിരുന്ന് കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ മനു പറയുന്നു, വണ്ടിക്കകത്തിരുന്ന് കഴിച്ചാൽ കാറിൽ കറിയൊക്കെ വീഴും, പിന്നെ അത് വൃത്തികേടാവും എന്ന് പറയുമ്പോൾ അനന്യ പറയുന്നുണ്ട്, കറി ഒന്നും മേടിക്കണ്ട, നമുക്ക് ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും വാങ്ങാം, വല്ല ബർഗറോ പഫ്സോ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറയുമ്പോഴേക്കും മനു വന്ന് അങ്ങനെ ആവാമെന്ന് പറയുന്നു. പിന്നെ ഒരു ബേക്കറി നിർത്തിയിട്ട് അവരെന്തോ വാങ്ങിക്കൊണ്ട് വരുവാണ്. അപ്പോൾ അനന്യ കാറിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മനു അനന്യയോട് പറയുന്നുണ്ട്, ബർഗറാണ് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അത് മതി, എന്തായാലും കിട്ടിയല്ലോ എന്നിങ്ങനെ പറയുവാണ്. പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും മനു വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ നല്ല സ്ഥലമാണെന്ന് പറയുന്നു. പിന്നെ അവർ വണ്ടിക്കകത്തിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ അനന്യ മനുവിനോട് ജോലി കാര്യങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ട്, അവിടെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ മനു പറയുന്നുണ്ട്, ബാംഗ്ലൂരിനേക്കാളും കുറച്ച് സാലറി കുറവാന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മനു അനന്യയോട് ചോദിക്കുന്നുണ്ട് ജോലിക്കാര്യത്തെപ്പറ്റി. അപ്പോൾ അവളും പറയുന്നുണ്ട് കുഴപ്പമില്ല. അപ്പോൾ അനന്യ പറയുന്നുണ്ട് എൻ്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കാരണമാണ് നിനക്ക് അവിടെ ജോലി കിട്ടിയത്, നീ അതിന് ട്രീറ്റ് പോലും ചെയ്തില്ലെന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനൊരു മോളിൽ കൊണ്ടുപോയിട്ട് നിൻ്റെ വയറ് നിറയെ ഫുഡ് വാങ്ങി തന്നോളാം എന്നിങ്ങനെ പറയുവാണ് ചിലവായിട്ട് കേട്ടോ. പിന്നെ മനു അനന്യയോട് ചോദിക്കുന്നുണ്ട് കല്യാണക്കാരിയൊക്കെ എന്തായെന്ന്. അപ്പോൾ അനന്യ ഇങ്ങനെ പറയുന്നുണ്ട്, വീട്ടിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, ഇത്ര പ്രായമായില്ല, ആരെ വെയിറ്റ് ചെയ്തിരിക്കുക, കല്യാണം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മനു അനന്യയും കൂടി ഇങ്ങനെ സംസാരിക്കുവാണ്. അനന്യ പറയുവാണ്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ ലൈഫാണ്, കോളേജ് ലൈഫായിരുന്നു എന്ത് രസം. അപ്പോൾ മനു പറയുവാണ്, ശരിയാ, കോളേജ് ലൈഫ് നല്ല രസമായിരുന്നു, കഴിഞ്ഞു പോയതൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അനന്യ പറയുന്നുണ്ട്, വീട്ടിൽ കല്യാണം ആലോചിച്ചപ്പോഴേക്കും നിന്നെക്കുറിച്ച് ചോദിച്ചായിരുന്നു, നിന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനന്യ പറഞ്ഞു, അല്ല, അവനെൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മനു അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവരെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി കാർ എടുക്കാൻ പോവാണ്. അപ്പോൾ മനു അനന്യയോട് ചോദിക്കുന്നുണ്ട്, നീ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അനന്യ പറയുന്നുണ്ട്, വേണ്ട, പിന്നെ ആവട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ നേരെ വണ്ടി ഓടിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും അനന്യ പറയുന്നുണ്ട്, നീ അകത്തേക്ക് വരുന്നുണ്ടോ, അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു, നമ്മൾ ഫുഡ് കഴിച്ചില്ല, നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ പറയും, എന്നെക്കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനന്യ ചോദിക്കുന്നുണ്ട്, നീ കഴിക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു വേറൊരു ദിവസം ആവട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അനന്യ ബാഗൊക്കെ എടുത്ത് മനുവിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ഫോണും വാങ്ങി വീട്ടിലേക്ക് വരുവാണ്. ജോസൂട്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇത് ഫ്രിഡ്ജ് വെക്കട്ടേന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ ജോസൂട്ടിയോട് ഫ്രിഡ്ജിലേക്ക് വച്ചേക്കെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതിക്കുട്ടി അവിടെ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ഭയങ്കര ആകാംക്ഷയിൽ നോക്കുവാണ്.
എന്നിട്ട് രേവതിക്കുട്ടി എന്തോ കണ്ടുപിടിച്ചിട്ട് ഗ്രേസ് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ദേ ഞാൻ പറഞ്ഞില്ലേ നോക്കെന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഗ്രേസ് അമ്മയും രേവതിക്കുട്ടിയും കൂടെ ഫോണിൽ ചാറ്റ് ഇങ്ങനെ വായിക്കുവാണ് മോൻ്റെ. അങ്ങനെ ചാറ്റ് വായിച്ചപ്പോൾ ഗ്രേസ് അമ്മയ്ക്ക് മനസ്സിലായി ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഗ്രേസ് അമ്മയുടെ മകൻ മരിച്ചതെന്ന്. പിന്നെ ഗ്രേസ് അമ്മ രേവതിക്കുട്ടിയും കൂടെ കഴിഞ്ഞു പോയ മകൻ മരിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുവാണ്. രേവതിക്കുട്ടി ചോദിക്കുവാണ് ചേട്ടൻ നിർബന്ധിക്കുമായിരുന്നോ പെട്ടെന്ന് കല്യാണം നടത്താനെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഗ്രേസ് അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ് ശരിയാണ്, അവൻ പറഞ്ഞിട്ടുണ്ട് പഠിപ്പ് തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, അതിനു മുമ്പ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗ്രേസ് അമ്മ പറയുവാണ് ജനുവരിയിൽ അവൻ നിർബന്ധിച്ചു, ഫെബ്രുവരിയിൽ നമ്മൾ പോയി പെണ്ണിനെ കണ്ടു, മാർച്ചിലാണ് അവൻ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നതെന്ന് പറയുവാണ്. അവൻ ICUയിൽ കിടന്നപ്പോൾ വയ്യാതെ കിടന്നപ്പോൾ ഗ്രേസ് അമ്മയുടെ കൂടെ ഷെറിനും ഉണ്ടായിരുന്നു. അമ്മച്ചി അവൻ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് അമ്മേനെ കുറേ സമാധാനിപ്പിച്ചായിരുന്നു എന്നൊക്കെ പറയുവാണ്. പിന്നീട് ഗ്രേസ് അമ്മ പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. അവനെ ഇവിടെയാണ് കൊണ്ട് കിടത്തിയത് മരിച്ചു കഴിഞ്ഞിട്ട്, അന്ന് അവളിവിടെ കിടന്ന് തലതല്ലി കരഞ്ഞതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗ്രേസ് അമ്മ പറയുവാണ്. അന്നൊന്നും ഗ്രേസ് അമ്മയ്ക്ക് അറിയില്ലല്ലോ മകൻ്റെ കുട്ടി അവളുടെ വയറ്റിലുള്ള കാര്യം അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് അമ്മ ഇങ്ങനെ വിഷമിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗ്രേസ് അമ്മ പറയുന്നുണ്ട് അവൻ എന്തായിരിക്കും ഞങ്ങളോട് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേട്ടനൊരു കയ്യബദ്ധം പറ്റിയത് അറിയിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗ്രേസ് അമ്മ നല്ല പൊട്ടിക്കരയുവാണ് മുഖം പൊത്തിക്കൊണ്ട്. രേവതിക്കുട്ടിക്ക് വിഷമമായിട്ട് രേവതിക്കുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ലെന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഗ്രേസ് അമ്മ ഭയങ്കര കരച്ചിലാണ് എന്തായാലും ഇത് മനസ്സിലാക്കിയപ്പോഴേക്കും. അതോടെ എപ്പിസോഡ് തീരുവാണ്.